ഹലോ ഗായ്സ്, ഐ ആം ബാക്ക്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ലോങ് വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഈ കൈൻഡ് ഓഫ് സ്പെഷ്യൽ വ്ളോഗ് ഫോർ മീ. ബിക്കോസ് ഇതിൽ അപ്പുവാണ് ഇതെല്ലാ വീഡിയോസും എടുത്തത്. എനിക്കിത് ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ. പക്ഷേ അപ്പു ഇങ്ങനെ എടുക്കാത്ത ആളാണ്. അപ്പോൾ ഇതൊക്കെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് മേടിക്കാൻ പോയപ്പോൾ എടുത്തതായിരുന്നു. ലാസ്റ്റ് ഇത് വ്ളോഗിടാൻ യൂസ്ഫുള്ളായി. അപ്പോൾ ഇത് അവിടുത്തെ ഷോപ്പിംഗ് മോളിൽ പോയി, വേറെ കുറച്ച് ഷോപ്സിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ടൊരു പാർട്ടി പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടായില്ല. ജസ്റ്റ് അപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സിൽട്ടനും പിന്നെ ആനും പിന്നെ ഉണ്ണി, അവരായിരുന്നു മെയിൻ വന്നത്. അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ പോവാണ്. ഫുഡ് ഞാനപ്പോൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. മന്തി ക്രെഡിറ്റ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ അവർക്ക് ഒരു കൈൻഡ് ഓഫ് വിരുന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ് മെനു. ഞങ്ങൾ പൈനാപ്പിൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. അത് നമ്മുടെ സൂവിൻ്റെ റെസിപ്പി ആയിരുന്നു. ജസ്റ്റ് മുളകും ഉപ്പൊക്കെ വിതറിയൊരു ഐറ്റം. അത് ഗീയിൽ ഫ്രൈ ചെയ്താൽ മതി. നല്ലൊരു വെറൈറ്റി ഐറ്റമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യണം. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് ഡെക്കറേഷനായിരുന്നത്. അപ്പോൾ അത് ഈവനിങ് തുടങ്ങിയ ഡെക്കറേഷനാണ്. അപ്പോൾ ഒക്കെ സെറ്റാക്കി. ഇങ്ങനെ ഞാൻ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ലൈറ്റ് കൊണ്ടൊന്നും തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഈ ക്ലോക്ക് ടൈമിങ്ങൊക്കെ വെച്ച് ഫുൾ സോങ്ങൊക്കെ സെറ്റ് ചെയ്തേക്കായിരുന്നു. എങ്ങനെ സർപ്രൈസായിട്ട് എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ ഫുൾ പ്ലാൻഡ് ആയിരുന്നു, എന്ത് ചെയ്യണം എന്നൊക്കെ. ഞാനിതായിരുന്നു എൻ്റെ റിയാക്ഷൻ. ഞാൻ പിങ്കിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അതുകൊണ്ട് ഫുൾ പിങ്ക് കളർ തീമായിരുന്നു ഡെക്കറേഷൻ ഫുള്ള്. അതായത് ഇതേപോലെ ഒരു കേക്ക് കട്ടിങ് എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അത് ആഫ്റ്റർ മാരേജ് ആയിരിക്കുമ്പോൾ സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ ഹോസ്റ്റലിലും വീട്ടിലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ പിന്നെ ക്ലോസ്ഡ് പീപ്പിൾ ആകുമ്പോൾ നമുക്ക് വേറെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ കണ്ണാടി വെച്ചപ്പോൾ എനിക്ക് എല്ലാം റെഡ് മയായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ ഒരു സ്പെഷ്യൽ കണ്ണാടിയായിരുന്നു. എനിക്ക് ഈ കണ്ണാടി കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്ന് വരും, മിന്നൽ മുരളിയുടെ കണ്ണാടിയാണ്. സാഷ് ഇട്ടെന്നു. സാഷ് നല്ല ക്യൂട്ടി സാഷായിരുന്നു ബർത്ത്ഡേ ഗേളിൻ്റെ. അത് കഴിഞ്ഞ് തൊപ്പി പിന്നെ മെയിനാണല്ലോ. ക്യാപ്പ് നമ്മുടെ പിങ്ക്. അങ്ങനെ ഞാൻ ക്യാൻഡിൽസൊക്കെ ഊതി കേക്ക് കട്ട് ചെയ്തു. അതായത് തൊപ്പി ഒരു പൊസിഷനിൽ കൂടെ ആയിരുന്നു. ഞാൻ ഫുള്ളായിട്ട് ഇട്ടുണ്ടായിരുന്നില്ല, എൻ്റെ മുടി ഇടാൻ വേണ്ടിയൊക്കെ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് നല്ല കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. പിങ്ക് കളർ കാണുന്ന പോലെ എസ്തെറ്റിക് കേക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആയിരുന്നു. ബട്ടർ സ്കോച്ച് വിത്ത് വാനില ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി കേക്കായിരുന്നു. കസ്റ്റമൈസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ എടുത്തു. പിന്നെ അവർക്കും കൊടുത്തു. ഞാൻ ആൻ സിൽട്ടൻ ഉണ്ണിക്കൊക്കെ കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞത് ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ നമ്മൾ മൊജിറ്റോ ട്രൈ ചെയ്തു. നന്നായിരുന്നു. ഫസ്റ്റ് ട്രൈ ആയിരുന്നു, നല്ല സ്പെഷ്യലായിരുന്നു. പിന്നെ ഷോർട്സ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും. അത് കഴിഞ്ഞ് നമ്മൾ കാർഡ്സൊക്കെ കളിച്ചു. കളിച്ചപ്പോഴും പിന്നെ എല്ലാവരും പോവാറായി. ടൈം ലേറ്റായി. അപ്പോൾ ബൈ ഗായ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണെന്ന് ടാറ്റ പറയാൻ വന്നേക്കണേ. അപ്പോൾ ഗായ്സ്, സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.